കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥി സംഘർഷം. പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിലെ വിവിധ കോളേജുകളിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. പാലക്കാട് മണ്ണാർക്കാട് MES കോളേജിലെ എസോൺ കലോത്സവത്തിൽ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയാണ് ഒരേ മുന്നണിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഒറ്റപ്പാലം NSS കോളേജിലെ KSU പ്രവർത്തകരും മണ്ണാർക്കാട് MES കോളേജിലെ UDSF പ്രവർത്തകരും തമ്മിലായിരുന്നു നൃത്ത മത്സരങ്ങളിലെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള സംഘർഷം. ഒരേ കോളേജിന് സ്ഥാനങ്ങൾ കിട്ടുന്നുവെന്നായിരുന്നു പരാതി. ഒടുവിൽ പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. ബിസോൺ കലോത്സവത്തിനിടെ കോഴിക്കോട് പുളിയാവ് കോളേജിലും സംഘർഷമുണ്ടായി. നാടക മത്സരം നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. മത്സരം തീരുമുമ്പ് കർട്ടനിട്ടതുമായി ബന്ധപ്പെട്ട തർക്കം കയ്യേറ്റത്തിൽ കലാശിക്കുകയായിരുന്നു. SFI MSF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുവായൂരപ്പൻ കോളേജിലെയും ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ഇടപെട്ട് മത്സരങ്ങൾ നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഡിസോൺ കലോത്സവത്തിനിടെ മാള കോളേജിലുണ്ടായ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU നേതാവ് ഷാജിയുടെ പരാതിയിലാണ് മാള പോലീസിന്റെ നടപടി. സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ വേദിയൊന്നിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. പെൺകുട്ടികളെ അസഭ്യം വിളിച്ചുവെന്നും തന്റെ കാൽ സംഘർഷത്തിനിടെ തല്ലിയൊടിച്ചുമെന്നുമാണ് ഷാജിയുടെ പരാതി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകർ കൂടി ഇന്ന് പിടിയിലായി. എഫ്സോൺ കലോത്സവത്തിനിടെ വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വിൻനാഥിനുൾപ്പെടെ മർദ്ദനമേറ്റു. MSF ജില്ലാ പ്രസിഡന്റ് റിൻഷാദിനും മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. അശ്വിൻനാഥിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 20 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് മലയാളം, പാലക്കാട്.